ഇവിടെ ഒരു പ്രശ്നമില്ല അളിയന്റെ അമ്മ, എല്ലാം പറഞ്ഞു തീർത്തു. അതല്ലല്ലോ, എന്റെ മകന്റെയും പൊന്നും കുടം പോലുള്ള എന്റെ മരുമോളുടെയും മുഖം പഴുതാര കുത്തിവല വീർത്തിരിക്കുന്നു. എന്ത് പറഞ്ഞെന്ന് ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. അമ്മേ, പെട്ടെന്നൊരാവശ്യം വന്നപ്പോ രാജുവിന്റെ ബൈക്ക് വാങ്ങി ജയേട്ടനൊന്ന് പുറത്തുപോയി. എന്നിട്ട് പുറത്തു വെച്ച് പെട്ടെന്നൊരു അത്യാവശ്യം വന്നപ്പോ ചെറുതായിട്ട് ഞാൻ ആ ബൈക്കൊന്ന് വിറ്റ്. അത് സ്വാഭാവികം. സ്വാഭാവികോ? കണ്ടില്ലേ, ചെറുതായിട്ട് ബൈക്ക് വിറ്റൂന്ന്. അത് പിന്നെ മനുഷ്യന് ആവശ്യം വന്നാ ബൈക്ക് എന്നല്ല കാറായാലും വിറ്റുപോകും. ജേട്ടൻ വിറ്റെന്ന് പറഞ്ഞ ബൈക്കല്ലേ ഇവിടെ ഇരിക്കുന്നേ? ശരിയാണല്ലോ. ജയം ബൈക്ക് ഏതോ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വിറ്റതാ. ആ വഴി പോയ ഋതിക മോളത് കണ്ടു. മോള് ആ കാശ് കൊടുത്ത് ബൈക്ക് തിരികെ വാങ്ങിച്ചോണ്ട് വന്നു. ഓ, അത് ശരി. അങ്ങനെ രാജുവിന്റെ വീട്ടുകാരുടെ മുൻപില് ഇവളങ്ങ് ത്യാഗി നല്ലവളുമായി. ഋതിക മാഡം ചെയ്തത് വലിയ കാര്യം തന്നെയാ. ഞങ്ങള് മാഡത്തോട് എങ്ങനെ നന്ദി പറയണമെന്ന് ആലോചിക്കുക. നന്ദി മാഡം. എന്താ അങ്ങളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനങ്ങനെ വലിയ കാര്യമൊന്നും ചെയ്തില്ല. രാജു ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ഉപകാരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊരു ചെറിയ കാര്യമല്ലേ മാഡം? എടേ, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ കേട്ടിട്ടില്ലേ? അതായത് ഞാനെന്നാ ഇറങ്ങ, എനിക്ക് അത്യാവശ്യമുണ്ട്. മോളെ, അങ്ങനെയൊന്നും പോവാൻ പറ്റില്ല. മോൾ അകത്തേക്ക് വാ, കുറച്ച് വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോ. നീ മാഡത്തെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോ. വാ മോളെ. മാഡം വരൂ. വാ. വിരുന്ന് സൽക്കാരം. ഈ കുടുംബത്തിന് കാശ് കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും ഉപകാരം ചെയ്യുന്ന രമ്യ മോള് പുറത്തും, 10 രൂപയ്ക്ക് ഉപകാരമില്ലാത്ത മന്ത്രി മോള് അകത്തും. ഇതിലൊക്കെ എങ്ങനെയാ പ്രതികരിക്കേണ്ടത്? അമ്മ കണ്ടില്ലേ, ഇതുപോലുള്ള എത്ര അവഗണനകളാ ഞാൻ ഇവിടെ കിടന്ന് സഹിക്കുന്നേ. അച്ചി വീട്ടിൽ വന്ന് അടയിരിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? വല്യമ്മേ, നിങ്ങൾ തമ്മിലൊരു തർക്കം വേണ്ട. ഇവളുടെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നാ നമ്മൾ ചിന്തിക്കേണ്ടേ. അവളെ അവന് വേണ്ടല്ലോ. പിന്നെ മിനിങ്ങി കൂടുതൽ നമുക്ക് അവസാനിപ്പിക്കണം. എന്തായാലും അവള് പോട്ടെ, എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം. കുടിക്കും മോളെ.